Hi students. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാഫ് വേവ് അല്ല ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടേഴ്സ് വിത്ത് RL ലോഡായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ RL ലോഡ് ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടർ ഏത് കോൺഫിഗറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സിമെട്രിക്കൽ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം വരിക? നമ്മൾ ഒരു ലെഗിൽ എന്ത് വരും? രണ്ട് തൈറസ്റ്റും ഒരു ലെഗിൽ എന്ത് വരും? രണ്ട് ഡയോഡും വരും. ഒരു ലെഗിൽ രണ്ട് തൈറസ്റ്റും വരും, അടുത്ത ലെഗിൽ എന്ത് വരും? രണ്ട് ഡയോഡും വരും. ഓക്കെ, അപ്പൊ സിമെട്രിക്കൽ കോൺഫിഗറേഷൻ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല വർക്കിംഗ്. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഡിവൈസുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. നമ്മുടെ തൈറസിൽ T1 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. സോ T1 D1 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും? VAB കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ താഴെ പോസിറ്റീവ്, മുകളിൽ നെഗറ്റീവ്. നമ്മുടെ തൈറസിൽ T2 ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. സോ T2 D2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക? VBA വരും. അപ്പൊ അതുവരെ നമുക്കെല്ലാം ക്ലിയർ ആവും. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, നമ്മൾ ഒമേഗ ടി ഈക്വൽ ടു നമ്മൾ സോഴ്സ് വോൾട്ടേജ് വരച്ചു, VS ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി വരച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ വരച്ചു, VABയും വരച്ചു, VBAയും വരച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒമേഗ ടി ഈക്വൽ ടു ആൽഫയിൽ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തൈറസർ T1 D1 ഫോർവേഡ് ബയാസ് ആണെങ്കിൽ കൂടി തൈറസർ T1 എന്തില്ല, ഗേറ്റ് പൾസ് കിട്ടാണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒമേഗ ടി ഈക്വൽ ടു ആൽഫയിൽ തൈറസർ T1 ഗേറ്റ് പൾസ് കൊടുക്കും. ഓക്കെ, സോ T1 മുതൽ ഒമേഗ ടി ഈക്വൽ ടു ആൽഫ മുതൽ പൈ വരെ ആര് കണ്ടക്ട് ചെയ്യും? തൈറസർ T1 D1 കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ തൈറസർ T1 D1 കണ്ടക്ട് ചെയ്തു. ഇവിടെ നമുക്ക് വരുന്ന ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡയോഡുകളാണ് സെക്കൻഡ് ലെഗിൽ രണ്ടും ഉള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഡക്ടർ നേരത്തെ ഇവിടെ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവ് വെച്ചിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊളാരിറ്റി എന്തായിരിക്കും വരിക? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊളാരിറ്റി താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവും ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവും ഈ ഒരു നെഗറ്റീവും കാരണം നമ്മുടെ ഡയോഡ് D1 അതുപോലെ തന്നെ നമ്മുടെ ഡയോഡ് D2 എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആവും. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ കേസിലൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സിമെട്രിക്കൽ കോൺഫിഗറേഷനിൽ നമുക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് എന്താണ്? ഒരു ലെഗിലുള്ള ഒരു തൈറസ്റ്ററും ഒരു ഡയോഡുമാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. നേരെ നമുക്ക് ഒമേഗ ടി ഈക്വൽ ടു, അതായത് ആൽഫ മുതൽ പൈ വരെ T1 D1 കണ്ടക്ട് ചെയ്തു. അതിനുശേഷം കണ്ടക്ട് ചെയ്ത ആരാണ്? T1 D2 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ തൈറസർ T1 ഈ D2 ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ ഒരു കേസിന് അങ്ങനെയല്ല. നമുക്ക് ഒമേഗ ടി ഈക്വൽ ടു ആൽഫ മുതൽ പൈ വരെ ആര് കണ്ടക്ട് ചെയ്തു? T1 D1 കണ്ടക്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ ആരാണ്? നമ്മുടെ ഡയോഡ് D1 D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മാത്രം ആലോചിച്ചാൽ മതി. സോ നമുക്ക് T1 D1 കണ്ടക്ട് ചെയ്യുന്നു, അതിനുശേഷം ആര് കണ്ടക്ട് ചെയ്യുന്നത്? D1 D2. അതാണ് നമ്മുടെ സിമെട്രിക്കലും അസിമെട്രിക്കലും തമ്മിൽ വ്യത്യാസം. സിമെട്രിക്കൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? സിമെട്രിക്കലിൽ ആദ്യം ആര് കണ്ടക്ട് ചെയ്തു? ആദ്യം T1 D1 കണ്ടക്ട് ചെയ്തു. T1 D1 കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് VAB എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. T1 D1 കണ്ടക്ട് ചെയ്തതിന് ശേഷം അടുത്തത് കണ്ടക്ട് ചെയ്തത് ആരാ? T1 D2 അല്ലെ. T1 D2 കണ്ടക്ട് ചെയ്തു. T1 D2 കണ്ടക്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഒരു ലെഗിലുള്ള രണ്ട് സ്വിച്ചുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്, T1 D2. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടിയത്? വി ഗോട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് 0. അതിനുശേഷം വീണ്ടും ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി? T2 D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ T2 D2 കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടിയിട്ടുള്ളത്? VA. അതിനുശേഷം നമുക്ക് ആരെ കണ്ടക്ട് ചെയ്തത്? T2 D1. ഓക്കെ, T2 D1 എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? നമ്മുടെ സെക്കൻഡ് ലെഗിലുള്ള രണ്ട് സ്വിച്ചുകളാണ് ഒരുമിച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടി? 0. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ അസിമെട്രിക്കൽ കോൺഫിഗറേഷനിൽ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് T1 D2 അവിടെ ആരാ കണ്ടക്ട് ചെയ്യുക? അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ആരാ കണ്ടക്ട് ചെയ്യുക? D1 D2. അതുപോലെ തന്നെ ഇവിടെയും T2 D1 എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആര് കണ്ടക്ട് ചെയ്യും? ഡയോഡ് D1 D2 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ അസിമെട്രിക്കൽ കോൺഫിഗറേഷനും സിമെട്രിക്കൽ കോൺഫിഗറേഷനും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ചസിൻ്റെതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഏതാണ്? T1 D2 ആണ് അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ഉള്ളത്. അത് അസിമെട്രിക്കലേക്ക് വരുമ്പോൾ എന്തായി? D1 D2. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ഹാഫ് സൈക്കിളിൽ T2 D1 ആണ് ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം നമ്മുടെ അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? D1 D2. ഈ ഒരു വ്യത്യാസം മാത്രമേ സിമെട്രിക്കൽ കോൺഫിഗറേഷനും അസിമെട്രിക്കൽ കോൺഫിഗറേഷനിലുള്ളൂ. ബാക്കി എല്ലാ വേവ് ഫോംസും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് മാത്രം ആലോചിക്കുക. T1 D1 പകരം T1 D1 കഴിഞ്ഞ ആരാ കണ്ടക്ട് ചെയ്യുന്നത്? D1 D2. ഓക്കെ,
അപ്പോൾ നേരത്തെ പോലെ തന്നെ D1 D2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ D1 D2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലെഗിലുള്ള രണ്ട് സ്വിച്ചുകളാണ് D1 ഉം D2 ഉം അല്ലെ. അപ്പൊ D1 ഉം D2 ഉം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് കിട്ടുക, ഔട്ട്പുട്ട് വോൾട്ടേജ് V0 0 എന്നാണ് കിട്ടുക. ഓക്കെ, ഇതിൽ ഞാൻ ഔട്ട്പുട്ട് കറണ്ട് I0 വരച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കറണ്ടും വരയ്ക്കുക. അതാണെങ്കിൽ ഒന്ന് ഷേപ്പ് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമ്മൾ കണ്ടിന്യൂസ് കറണ്ട് ആണ് എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഈ ഒരു രീതിയിൽ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള സെയിം ഫിഗർ തന്നെയാണ്. നിങ്ങൾ നോക്കുക, ഈ ഔട്ട്പുട്ട് കറണ്ടില്ലേ ഈ ഫിഗർ തന്നെയാണ് വരച്ചിട്ടുള്ളത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ചുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഇൻസ്റ്റന്റിൽ കണ്ടക്ട് ചെയ്യുന്നത് ആരായിരിക്കും, ഈ ഒരു ഇൻസ്റ്റന്റിൽ കണ്ടക്ട് ചെയ്യുന്നത് D1 D2 ആയിരിക്കും എപ്പോഴും. ഇവിടെയും D1 D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇവിടെയും D1 D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ച് എന്തായിരിക്കും, ഡയോഡ്സ് D1 D2 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സിമെട്രിക്കൽ കോൺഫിഗറേഷനും അസിമെട്രിക്കൽ കോൺഫിഗറേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. D1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പാത്ത് എങ്ങനെയാണ് വരിക, കറണ്ട് പാത്ത് ഇങ്ങനെയാണ് വരിക. അത് സോഴ്സ് കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ സോഴ്സ് കറണ്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം തൈറസ്റ്റർ T1 എന്നുള്ള കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ T1 D1 അല്ലെ, T1 കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, പോസിറ്റീവ് സോഴ്സ് കറണ്ട് കിട്ടും. D1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സോഴ്സിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടോ, ഇല്ല. അപ്പൊ കറണ്ട് സോഴ്സ് കറണ്ട് ഈക്വൽ ടു 0. വീണ്ടും ആര്, തൈറസ്റ്റർ T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്, T2 D2. തൈറസ്റ്റർ T2 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നെഗറ്റീവ് സോഴ്സ് കറണ്ട് കിട്ടും. വീണ്ടും ഡയോഡ് D1 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സോഴ്സ് കറണ്ട് ഇല്ല. ഓക്കെ, വീണ്ടും T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് സോഴ്സ് കറണ്ട് കിട്ടും. ഇതാണ് നമ്മുടെ സോഴ്സ് കറണ്ടിന്റെ വേവ് ഫോം. ഇനി വോൾട്ടേജ് അക്രോസ് T1 നമ്മൾ സ്ഥിരം പറയുന്നതാണ്. തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 3 സമയത്ത് തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്രോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല, അതിന്റെ അക്രോസ് VT1 അക്രോസ് വോൾട്ടേജ് ഇല്ല. തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് അതിന്റെ അക്രോസ് എന്ത് വോൾട്ടേജ് വരും, എന്താണോ VAB അത് അതിന്റെ അക്രോസ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി തൈറസ്റ്റർ T2 എന്താ സംഭവിക്കുന്നത്, തൈറസ്റ്റർ T2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്രോസ് തൈറസ്റ്റർ T2 അക്രോസ് വോൾട്ടേജ് ഒന്നുമില്ല. കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് അതിന്റെ അക്രോസ് എന്ത് വോൾട്ടേജ് വരും, എന്താണോ VBA അത് അതിന്റെ അക്രോസ് വരും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുന്നത്, R ലോഡ് ആണെങ്കിലും RL ലോഡ് ആണെങ്കിലും ഒക്കെ നമ്മുടെ സെമി കൺവേർട്ടറിന്റെ വേവ് ഫോം അങ്ങോട്ട് പോകണില്ല, താഴോട്ടൊന്നും പോകണില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ വരിക, V0 ആവറേജ് നമ്മൾ നേരത്തെ എടുത്ത് എഴുതാണ്. എങ്കിൽ കൂടി പറയാം, ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെയാണ് നമ്മുടെ ഒരു സൈക്കിൾ അല്ലെ. ഈ ആൽഫ ടു പൈ പ്ലസ് ആൽഫ അതാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് V0 ആവറേജ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ ആൽഫ ടു പൈ പ്ലസ് ആൽഫ എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ബിക്കോസ് പൈ വരെ നമുക്ക് വാല്യൂ ഉള്ളൂ. പൈ ടു പൈ പ്ലസ് ആൽഫ എന്താ വരുന്നത്, 0. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, പൈ വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്ത്, Vm sin omega t d omega t. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ വരിക എന്ന് പറയുമ്പോൾ Vm/π ഇൻറ്റു 1 പ്ലസ് കോസ് ആൽഫ എന്ന് വരും. ഓക്കെ, നിങ്ങളൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതേപോലെ V0 RMSന്റെ വാല്യൂ ഇവിടെയും എന്താണ്, സെയിം ആണ്. നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ്. 1/π ഇന്റഗ്രൽ ആൽഫ ടു പൈ Vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി ഹോൾ റൈസ് ടു 1/. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് ഈ ആവറേജ് വാല്യൂവിന്റെ RMS വാല്യൂവിന്റെ ഡെറിവേഷൻ നോട്ടിൽ എഴുതി വെക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ഓഫ് യൂസിങ് RL ലോഡ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടർ വിത്ത് RLE ലോഡും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കഷൻ ഒരുവിധം നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനും ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് വരുന്നതും കൂടി ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടർ വിത്ത് RLE ലോഡാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം RLഉം RLEയും തമ്മിൽ വ്യത്യാസം മെയിനായിട്ട് അവിടെ വരുന്നത് ഈ എന്നുള്ള സംഭവം ഉണ്ടാവും. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, നമ്മൾ ഫയറിംഗ് പൾസ് കൊടുക്കാൻ പാടുള്ളൂ. സോഴ്സ് വോൾട്ടേജ് ഇതിന്റെ അച്ചീവ് ചെയ്തതിന് ശേഷം അതിന്റെ തൊട്ട് മുകളിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കൊടുത്തുള്ളത് കറക്റ്റ് ഈലാണ്, നിങ്ങൾ കറക്റ്റ് ഈൽ കൊടുക്കണമെന്നില്ല. കുറച്ച് സോഴ്സ് വോൾട്ടേജ് ഈനേക്കാളും കൂടിയതിനു ശേഷം കൊടുത്താലും മതി, അതാണ് കുറച്ചുകൂടി സേഫ്. ഓക്കെ, പിന്നെ ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് മിനിമം വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് മിനിമം വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ ആണ്. മിനിമം വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ കൊടുക്കുന്ന നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഴ്സ് വോൾട്ടേജ് ഈനേക്കാൾ കുറച്ചുകൂടി ഗ്രേറ്റർ ആയതിനു ശേഷം ഫയറിംഗ് ആംഗിൾ കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, ഇവിടെ കൊടുത്താലും തെറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ. ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ IG1 കൊടുത്തു. ഓക്കെ, ആൽഫ അതേപോലെ പൈ പ്ലസ് ആൽഫയിൽ നമ്മൾ T2 കൊടുത്തു, ട്രിഗറിംഗ് പൾസ് കൊടുത്തു. നമ്മളിത് ഏത് കോൺഫിഗറേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്, വി ആർ ഡിസ്കസിങ് അബൌട്ട് സിമെട്രിക്കൽ കോൺഫിഗറേഷൻ. കാരണം ഒരു ലെഗിൽ ഒരു തൈറസ്റ്ററും ഡയോഡും ഉണ്ട്. ഓക്കെ, ഒരു ലെഗിൽ ഒരു തൈറസ്റ്ററും ഡയോഡും അടുത്ത ലെഗിലും തൈറസ്റ്ററും ഡയോഡും. അപ്പൊ രണ്ട് ലെഗിലും എന്താണ്, സിമെട്രിക്കൽ ആണ്.
നേരെ മറിച്ച് അസിമെട്രിക്കൽ എന്താ വരിക, ഒരു ലെഗിൽ 2 തൈറസ്റ്ററും ഒരു ലെഗിൽ 2 ഡയോഡും, അത് എന്താണ് അസിമെട്രിക്കലാണ്. അപ്പൊ നമ്മളിവിടെ ഒരു സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾ കൺവേർട്ടർ വിത്ത് RLE ലോഡ് പറഞ്ഞു. അത് ഞാൻ എന്ത് വരച്ചു, ഒരു സിമെട്രിക്കൽ കൺവേർട്ടർ വരച്ചു. എന്നിട്ട് കണ്ടിന്യൂസ് കറണ്ട് മോഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് കറണ്ട് എന്താവുന്നില്ല, സീറോ ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കറണ്ട് വേവ് ഫോം വരച്ചു. കറണ്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം എന്തായി, ഡിസ്ചാർജ് ചെയ്തു. കറണ്ട് സീറോ എത്തുന്നതിന് മുന്നേ തന്നെ വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ തൈറസിന്റെ T2 ട്രിഗർ ചെയ്തു. ഓക്കെ, വീണ്ടും അത് കുറഞ്ഞു വരുന്നതിന് മുന്നേ അടുത്ത തൈറസിന് ട്രിഗർ ചെയ്തു. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ കണ്ടിന്യൂസ് കറന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസ്റ്റന്റിൽ ആരായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ഇൻസ്റ്റന്റിൽ ഇത്രയും ഇൻസ്റ്റന്റിൽ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, തൈറസ്റ്റർ T1 ഉം D1 ഉം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയാം. ഓക്കെ, കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആരാ കണ്ടക്ട് ചെയ്യുക, T1 ഉം D1 ഉം ആണ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് ഏത് കണ്ടക്ട് ചെയ്യും, നമ്മുടെ ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ, ഈ ചെറിയ ഏരിയയിൽ ആരാണ് കണ്ടക്ട് ചെയ്യുക, ഈ ഒരു ചെറിയ ഏരിയയിൽ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, T1 D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും ഇവിടെ ആര് കണ്ടക്ട് ചെയ്യും, T2 D2. ഈ ഒരു ചെറിയ ഏരിയയിൽ ആര് കണ്ടക്ട് ചെയ്യും, T2 D1. ഓക്കെ, ഇത് ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള RL ലോഡിന്റെ സെയിം സംഭവം തന്നെയാണ്. അതായത് T1 ഉം D1 ഉം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും, VAB കിട്ടും. ഇനി T1 ഉം D2 ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും, സീറോ വരും. ഓക്കെ, വീണ്ടും നമുക്ക് T2 D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും, VBA വരും. വീണ്ടും എന്ത് കണ്ടക്ട് ചെയ്യും, T2 D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും, സീറോ വരും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ RL ലോഡിന്റെ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ നമ്മൾ T1 D1 അതുപോലെ തന്നെ T2 D2 എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, സാർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നേരത്തെ നമ്മളൊരു അസിമെട്രിക്കൽ സെമി കൺവേർട്ടർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവിടെ 2 ഡയോഡുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 2 ഡയോഡുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ അവിടെ പറയാൻ കാരണം അതിന്റെ മുകളിലത്തെ ഈ ഒരു പോർഷനും മൊത്തത്തിൽ ഈ സർക്യൂട്ട് എന്താവും, മൊത്തത്തിൽ ഈ 2 സീരീസ് ആയിട്ട് വെച്ചിട്ടുള്ള ഈ ഡയോഡുകൾ രണ്ടും എന്താവുന്നു, ഫോർവേഡ് ബയസ്ഡ് ആവുന്നു. നേരത്തെ നമുക്ക് ഇവിടെ ഒരു പാത്ത് ഇല്ലായിരുന്നു. ഓക്കെ, T2 ഓൺ അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ D1 അക്രോസ് റിവേഴ്സ് ബയാസ് വന്നിട്ട് D2 കണ്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത്. ഓക്കെ, അസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ 2 സ്ഥലത്തുകൊണ്ടാണ് ഡയോഡ് ആണുള്ളത്. അപ്പൊ ഈ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഡയോഡ് എന്താവും, ഓൾറെഡി ഫോർവേഡ് ബയാസ്ഡ് ആവും. സോ ഈ ഡയോഡിന് കൂടെ ഉള്ള ഒരു കണ്ടക്ഷനുള്ള പാത്ത് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അസിമെട്രിക്കൽ കണ്ടക്ഷൻ മോഡില് അസിമെട്രിക്കൽ സെമി കൺവേർട്ടറിൽ എന്ത് സംഭവിച്ചുള്ളത്, ഈ ഒരു ഇൻസ്റ്റന്റിൽ അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആരെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, ഡയോഡ് D1 ഉം D2 ഉം കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇവിടെ നമ്മൾ D1 ഇപ്പൊ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നെങ്കിൽ കൂടി D1 കൂടെ ഇങ്ങനെ മുകളിലോട്ട് കണ്ടക്ട് ചെയ്ത ഒരു പാത്ത് ഇല്ല. കാരണം T2 എന്താണ്, T2 നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ആര് കണ്ടക്ട് ചെയ്യാത്തത്, ഇവിടെ T2 D1 എന്ന് പറഞ്ഞ സംഭവം കണ്ടക്ട് ചെയ്യാത്തത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ അതാണ് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ അസിമെട്രിക്കൽ സെമി കൺവേർട്ടർ ആണെങ്കിൽ ഇവിടെ തൈറസിന് പകരം എന്തായിരിക്കും, ഡയോഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഡയോഡ് എന്തായിരിക്കും, ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഈ ഡയോഡിൽ അപ്പോൾ നമുക്ക് എന്താണ്, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇതിലൂടെ ഒരു കണ്ടക്ഷൻ പാത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കണേ, അല്ലാത്ത സമയത്ത് ഈ ഡയോഡ് ഈ ഇൻഡക്ടറിൽ എന്താ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പാത്ത് അവിടെ ഇല്ല. ഓക്കെ, അപ്പോ അതേ സമയം തന്നെ നമ്മൾ ഈ ഡയോഡ് D2 എന്താവുന്നുണ്ട്, D2 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസ്ഡ് ആവുന്നുണ്ട്. T1 ഓൾറെഡി കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടക്ഷൻ പാത്ത് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്, T1 D2 ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ സിമെട്രിക്കലും അസിമെട്രിക്കൽ സെമി കണ്ടക്ടേഴ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നേരത്തെ RL ലോഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം കാര്യമാണ്. അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്, വോൾട്ടേജ് അക്രോസ് T1. തൈറസ് T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്രോസ് ഒന്നുമില്ല, വോൾട്ടേജ് ഇല്ല. കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് അതിന്റെ അക്രോസ് എന്ത് വരുന്നു, VAB എന്നുള്ള വോൾട്ടേജ് വരുന്നു. ഓക്കെ, തൈറസ് T2 അക്രോസിലെ വോൾട്ടേജ് ആണെങ്കിലും തൈറസ് T2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അക്രോസ് എന്ത് വരുന്നില്ല, വോൾട്ടേജ് വരുന്നില്ല. കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് അതിന്റെ അക്രോസ് എന്ത് വോൾട്ടേജ് വരുന്നു, എന്താണോ VBA അത് അതിന്റെ അക്രോസ് വരുന്നു. ഓക്കെ, അപ്പൊ ഇത് RL ലോഡ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതായിട്ട് സെയിം തന്നെയാണ്, വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡാണ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് കറണ്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.